നമസ്തേ. ഇന്നത്തെ കോഡ് ക്ലാസ്സിൽ ജയശങ്കർ പ്രസാദ് കെ നാടക് കാലക്രമ കെ അനുസാർ എന്നുള്ള ടോപ്പിക്കാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജയശങ്കർ പ്രസാദിൻ്റെ ഒരുപാട് നാടകങ്ങളുണ്ട്. അപ്പോൾ അത് കാലക്രമ കെ അനുസാർ ചോദിക്കാറുണ്ട് ഷഫിൾ ചെയ്തിട്ട്. കൂടുതലും സെറ്റ് എക്സാം, നെറ്റ് എക്സാമിനൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ, അതുപോലെ തന്നെ ഇയർ, വർഷമൊക്കെ അറിഞ്ഞിരിക്കണം. ഈ ഒരു വിധ മാത്രമല്ല, ഉപന്യാസ്, നാടക, കവിത, പല വിധകളും അങ്ങനെ പല രചയിതാക്കളുടെയും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം, എന്നാലാണ് നമുക്കത് നിസ്സംശയം അത് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ജയശങ്കർ പ്രസാദിൻ്റെ നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് നാടകങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സജ്ജൻ 1910, കല്യാണി പരിണയ് 1912, കരുണാലയ് 1912, പ്രായശ്ചിത് 1913, രാജശ്രീ 1915, വിശാഖ് 1921, അജാതശത്രു 1922, ജന്മേജയ് നാഗയജ്ഞ 1926, കാംന 1927, സ്കന്ദഗുപ്ത് 1928, എക് ഗൂണ്ട് 1930, ചന്ദ്രഗുപ്ത് 1931, ധ്രുവസ്വാമിനി 1933. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. സജ്ജനങ്ങൾ കല്യാണിയുമായി കരുണാലയത്തിൽ പോയി പ്രായശ്ചിത്തം ചെയ്ത് രാജ്യത്തെ വിഷശത്രുക്കൾക്ക് നാഗയജ്ഞം നടത്തി. കാംന നേടുവാൻ സ്കന്ദഗുപ്ത് ഗുണ്ടിൻ്റെ പുറത്ത് ചന്ദ്രഗുപ്ത സ്വാമിയുമായി വന്നു എന്നുള്ളതാണ് കോഡ്. ഒന്നും കൂടി പറയാം. സജ്ജനങ്ങൾ കല്യാണിയുമായി കരുണാലയത്തിൽ പോയി പ്രായശ്ചിത്തം ചെയ്ത് രാജ്യത്തെ വിഷശത്രുക്കൾക്ക് നാഗയജ്ഞം നടത്തി. കാംന നേടുവാൻ സ്കന്ദഗുപ്ത് ഗുണ്ടിൻ്റെ പുറത്ത് ചന്ദ്രഗുപ്ത സ്വാമിയുമായി വന്നു. അപ്പോൾ ഓൾറെഡി അറിയാം, സജ്ജൻ എന്നുള്ളത് സജ്ജനങ്ങൾ, കല്യാണി പരിണയ് കല്യാണി എടുത്തു, കരുണാലയത്തിൽ പോയി പ്രായശ്ചിത്തം ചെയ്തു. രാജശ്രീ അതിൻ്റെ രാജ്യം എടുത്തുണ്ട്, വിശാഖിൻ്റെ വിഷ്, അജാതശത്രുവിൻ്റെ ശത്രു, ജന്മേജയിക്ക നാഗയജ്ഞത്തെ നാഗയജ്ഞ എടുത്തു, കാമനെ സ്കന്ദഗുപ്തനെ ഗുണ്ട് എടുത്തു, ചന്ദ്രഗുപ്ത് പിന്നെ ധ്രുവസ്വാമിനിത്തെ സ്വാമി, അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. സ്വാമിനി എന്നുള്ളതിൻ്റെ സ്വാമി എടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇയറും പഠിക്കണമെങ്കിൽ ജസ്റ്റ് 2 അക്കല്ലേ ഉള്ളൂ, ലാസ്റ്റത്തെ 2 അക്കം എടുക്കുക. അതായത് 1900 നമുക്കറിയാം. അപ്പോൾ സജ്ജന നാടകങ്ങളുടെ ഫ്രണ്ടിൽ ചേർത്താൽ മതി. ഇപ്പോൾ 10 സജ്ജനങ്ങൾ, 12 കല്യാണിയുമായി, 13 പ്രായശ്ചിത്തം ചെയ്യാൻ, 15 രാജ്യങ്ങൾ, അങ്ങനെ ജസ്റ്റ് അങ്ങനെ നിങ്ങൾ അങ്ങനെ പഠിക്കണമെങ്കിൽ ജസ്റ്റ് അതും കൂടി ആഡ് ചെയ്തിട്ട് പഠിക്കുക. ഇതിപ്പോൾ ഒരുപാട് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇയർ പ്രകാശനം ചെയ്ത വർഷം ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ഇത് ഷഫിൾ ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് പല രീതിയിലും ചോദിക്കാം. പല രചയിതാക്കളുടെ ഉണ്ട്, പല വിധങ്ങളുണ്ട്. അപ്പോൾ എല്ലാം നല്ല പഠിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പഠിച്ചാലാണ് നമുക്ക് നിസ്സംശയം അതിൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ഒരു കോഡ് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. വരും ക്ലാസ്സുകളിൽ കൂടുതൽ കോഡ് ക്ലാസ്സിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ധന്യവാദ്.